US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനയും തമ്മിൽ ഇപ്പോൾ പൊരിഞ്ഞ യുദ്ധത്തിലാണ്. രണ്ടുപേരും ഓരോ ദിവസം കഴിയുന്തോറും പ്രഖ്യാപിക്കുന്ന നയങ്ങൾ ലോകത്തിനു മുന്നിൽ വലിയൊരു വെല്ലുവിളി തന്നെയാണ്. പകരം തീരുവ നയം 90 ദിവസത്തേക്ക് മരവിപ്പിച്ച നടപടിയിൽ നിന്ന് ചൈനയെ ഒഴിവാക്കിയ ട്രംപിന്റെ നടപടിക്ക് അതേ നാണയത്തിൽ തന്നെ ഇപ്പോൾ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ചൈന. ചൈനയിലേക്കുള്ള US ഇറക്കുമതിക്ക് 125% അധിക തീരുവ പ്രഖ്യാപിച്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. നേരത്തെ 84% തീരുവയായിരുന്നു ചൈന പ്രഖ്യാപിച്ചത്. പുതിയ തീരുവ നാളെ മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും ചൈന അറിയിച്ചു. US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 145% തീരുവ ചുമത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയെ ഭയക്കുന്നില്ലെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ചൈനയുടെ പകരത്തിന് പകരം പ്രഖ്യാപനം വരുന്നത്. വ്യാപാര യുദ്ധം മറികടക്കാൻ ചൈനയുമായി സഹകരിക്കണമെന്ന് യൂറോപ്യൻ യൂണിയനോട് ഷീ ജിൻപിങ് ആവശ്യപ്പെടുകയും ചെയ്ത റിപ്പോർട്ടുകൾ പുറത്തുവന്നു. US-ലേക്കുള്ള ഇറക്കുമതിക്ക് ചുമത്തിയ പകരം തീരുവ കഴിഞ്ഞ ദിവസമാണ് പ്രസിഡന്റ് ട്രംപ് 90 ദിവസത്തേക്ക് മറ്റ് രാജ്യങ്ങൾക്ക് മരവിപ്പിച്ച് നൽകിയത്. ഇതിൽ നിന്നും ചൈനയെ ഒഴിവാക്കിയ ട്രംപ് തീരുവ 125% ഉയർത്തുകയും ചെയ്തിരുന്നു. ആദ്യം ചൈനയുടെ മേൽ 104% പകരം തീരുവ ചുമത്തിയ US നടപടിക്കെതിരെ ചൈന തിരിച്ചടിച്ചിരുന്നു. US ഉൽപ്പന്നങ്ങൾക്ക് 84% തീരുവ ചുമത്തി. ഇതിൽ പ്രകോപിതനായ ട്രംപ് 125% തീരുവ ഉയർത്തുകയായിരുന്നു. പ്രതികാര ചുങ്കം ഏർപ്പെടുത്തിയ രാജ്യങ്ങൾക്ക് ആനുകൂല്യം ഉണ്ടാവില്ലെന്നും പറഞ്ഞായിരുന്നു ട്രംപിന്റെ ഈ നടപടി വന്നത്. തുടർന്നാണ് ഇന്നത്തെ ചൈനയുടെ ഈ പ്രഖ്യാപനം. അതേസമയം US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 145% തീരുവ ചുമത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയെ ഭയക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചൈന. US-ന്റേത് ഏകപക്ഷീയമായി ഭീഷണിയാണെന്നും ഇതിനെ ചെറുക്കാൻ യൂറോപ്യൻ യൂണിയൻ തങ്ങളുമായി കൈകോർക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടു. സ്പാനിഷ് പ്രസിഡന്റ് പെഡ്രോ സാഞ്ചസുമായി ബെയ്ജിംഗിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ചൈനീസ് പ്രസിഡന്റിന്റെ പരാമർശം. വ്യാപാര യുദ്ധം മറികടക്കാൻ ചൈനയുമായി സഹകരിക്കണമെന്ന് യൂറോപ്യൻ യൂണിയന് ഷീ ജിൻപിങ് മുന്നറിയിപ്പ് നൽകിയതായും ഔദ്യോഗിക വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏകപക്ഷീയമായ ഭീഷണിപ്പെടുത്തലിനെ സംയുക്തമായി ചെറുക്കണം. ഇത് രാജ്യാന്തര നീതിയുടെ സംരക്ഷണത്തിന് അനിവാര്യമാണ്. ചൈന ഈ യുദ്ധങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അത് ഭയപ്പെടുന്നുമില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ US ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്തരം പെരുമാറ്റങ്ങൾ അവസാനിപ്പിക്കണം. US-ന്റെ ഈ തന്ത്രങ്ങൾ ചൈനയുടെ അടുത്ത വിലപ്പോകില്ല എന്നും ചൈനീസ് വക്താവ് പറഞ്ഞു. ചൈനയിൽ നിന്ന് പ്രതിവർഷം $50 ബില്യൺ സാധനങ്ങളാണ് സ്പെയിൻ ഇറക്കുമതി ചെയ്യുന്നത്. വ്യാപാരത്തെ ചൊല്ലിയുള്ള രാജ്യാന്തര തർക്കങ്ങൾ ചൈനയും യൂറോപ്യൻ യൂണിയനുമായുള്ള സഹകരണത്തിന് തടസ്സമാകരുതെന്നാണ് സ്പെയിനിന്റെ നിലപാട്. US ഒരു വ്യാപാര യുദ്ധത്തിന് ചൈനയെ നിർബന്ധിച്ചാൽ ചൈന അവസാനം വരെ പോരാടും. ചൈനീസ് വക്താവ് വ്യാഴാഴ്ച പറഞ്ഞതാണ് ഇക്കാര്യം. അതേസമയം പകരച്ചുങ്കത്തിൽ അമേരിക്കയ്ക്കെതിരായ പോരാട്ടത്തിൽ കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ തേടാൻ ചൈന രംഗത്ത്. എന്നാൽ പല രാജ്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടും നേരിട്ട് അമേരിക്കയ്ക്കെതിരെ രംഗത്ത് വരാൻ ആരും തയ്യാറാകുന്നില്ല. വിവിധ രാജ്യങ്ങൾ ചർച്ചയ്ക്കായി സമീപിച്ച സാഹചര്യത്തിൽ പകരച്ചുങ്ക തീരുമാനം 90 ദിവസത്തേക്ക് മരവിപ്പിക്കുന്നതായി കഴിഞ്ഞ ദിവസം ട്രംപ് അറിയിച്ചിരുന്നു. എന്നാൽ ചൈനയ്ക്കുള്ള തീരുവ 125% ആക്കുകയും ചെയ്തു. ചർച്ചയ്ക്കില്ലെന്ന നിലപാടാണ് ചൈന സ്വീകരിച്ചത്. അവസാനം വരെ പോരാടുമെന്നും അവർ വ്യക്തമാക്കി. നീതിയുടെ വിഷയമായതിനാൽ പലരുടെയും പിന്തുണ തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നും ചൈനീസ് വിദേശകാര്യ വക്താവ് ലിൻ ജിയാൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്ക് ജനപിന്തുണ നേടാനാകില്ല, അവർ അവസാനം വരെ പരാജയപ്പെടും. ചൈന കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് യൂറോപ്പിലാണ്. പ്രധാനമന്ത്രി ലീ ഖിയാങ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൻ ഡെർ ലെയനുമായി സംസാരിച്ചിരുന്നു. ഇത് ലോകത്ത് ശുഭകരമായ സന്ദേശം നൽകും. നേതാക്കൾ തമ്മിലുള്ള ചർച്ചയ്ക്ക് പിന്നാലെ യൂറോപ്യൻ യൂണിയനുമായി കൂടുതൽ സഹകരണത്തിന് ചൈന തയ്യാറെടുക്കുകയാണെന്ന് ജിയാൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.